ഹലോ, ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലക്കുളമാണ് കേട്ടോ. ഇന്നെൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. അപ്പോൾ ചെമ്പരത്തി താളി ഉണ്ടാക്കാമെന്ന് വെച്ചു. മുടിയൊക്കെ ശ്രദ്ധിക്കാതെ ഒരുപാടായി. ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു തോടാണ്. വെള്ളമൊക്കെ നന്ന കുറവാണ്. അപ്പം ചെമ്പരത്തി നമുക്ക് പറിച്ചു കൊണ്ടുവരണം. അതിനായിട്ട് നമുക്ക് ഈ തോടിൻ്റെ വക്കത്തൂടെ ഇങ്ങനെ പോകണം. വല്ല പാമ്പും ഉണ്ടാവുമോ എന്ന് അറിയില്ല കേട്ടോ ഗൈസ്. ചെമ്പരത്തി കിട്ടുമോയെന്ന് അറിയില്ല. ഒരെണ്ണം കിട്ടി. അതും റെഡ് കളറുള്ള ചെമ്പരത്തി പൂവാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ചെമ്പരത്തിയുടെ ഇല ഞാൻ എടുക്കുന്നില്ല, പൂ മാത്രമേ പറിക്കുന്നുള്ളൂ. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കിട്ടിയ പോലെ കൈ നിറയെ ചെമ്പരത്തി പൂവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതെങ്ങനെ താളിയാക്കുന്നത് നോക്കാം. ഒരു പാത്രത്തിൽ ചെമ്പരത്തി പൂവും ശകലവും വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ ജെൽ പരുവത്തിൽ ഈ താളി കിട്ടും. ഇത് മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഇത് സിമ്പിളായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഹെയർ കോംബ് ചെയ്യുക. കാരണം കോംബ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കാൽപ്പിലുള്ള ഈ ഡാൻഡ്രഫൊക്കെ ഇളകി വരണം. എന്നിട്ട് നമുക്ക് താളി സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിത് സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, ഹെയറിലേക്കൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് നന്നായിട്ട് ഞാൻ മസാജ് ചെയ്യുകയാണ്. ഹെഡ് മസാജ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. വാഷ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ആഫ്റ്റർ ലുക്കാണ് ഹെയറിൻ്റെ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി, കാരണം ഞാൻ ഹെയർ ശ്രദ്ധിക്കാതെ ഒരുപാട്